ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളെ ആരാണ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ നിരീക്ഷിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഷൈനികർ ടാരോറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആരാണ് നിങ്ങളെ നിരീക്ഷിക്കുന്നത്? ദ സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നത്? നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നത്? നൈൻ ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണെന്നാണ് കാണുന്നത്. ആ സ്ത്രീ നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട, അടുത്തിടപഴകുന്ന ഒരു സ്ത്രീ ആയിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ കൂടെയുള്ള ഒരു റിലേറ്റീവ് ആയിരിക്കാം. എന്തായാലും ആ സ്ത്രീ നിങ്ങളെ വീക്ഷിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡായി വേറെ ഒരു നെഗറ്റീവ്സിനെ പറ്റിയും പല കാര്യങ്ങളുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ. അത്രയും പ്രശ്നങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, അത്രയും ഒരു സ്ട്രഗിൾസിലൂടെ നിങ്ങൾ കടന്നു പോയാൽ പോലും നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം, നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ്, അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ അങ്ങനെ വളരെ ജെന്യൂനായിട്ട് മുന്നോട്ട് പോകുന്നത് അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതിന് അതവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ നിങ്ങളെ ഇങ്ങനെ ഫുൾ ടൈം വീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സക്സസ് വരുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്നത്, നിങ്ങൾക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ എങ്ങനെ ഇതിനെ ബാലൻസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ. അതുമാത്രമല്ല, നിങ്ങളിവിടെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ച് മണിയൊക്കെ ഏൺ ചെയ്ത് അത് സ്വന്തം കാലിൽ നിൽക്കുന്ന വ്യക്തി എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്ന രീതിയിലുള്ള മണിയൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ അത്രയും നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന അളവിന് മണിയും, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട്, കൂളായിട്ട്, അതുമാത്രമല്ല നിങ്ങൾ നല്ല രീതിയിൽ വെൽ ഡ്രസ്ഡൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അതും അവർക്ക് ഒരു അസൂയൊക്കെ ഉണ്ടാക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.